വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ SSC CGL ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇന്ന് മെയിനായിട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്സും അതുപോലെ ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇത് Tier 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം Tier 2 നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം Tier 1 ഓൾറെഡി അതിനകത്ത് വന്നോളും. അപ്പം Tier 2 കുറച്ചും കൂടെ ടഫായിട്ടുള്ള മാത്സ് പോർഷൻസ് ആണെങ്കിൽ ഇപ്പം ഇത് നിങ്ങൾക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ Tier 1 തന്നെ അത്യാവശ്യം നന്നായിട്ട് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം a pyramid has an equilateral triangle as its base of which each side is 8 centimeter. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഇക്വലാട്രൽ ട്രയാങ്കിൾ ബേസ് ആയിട്ട് വരുന്ന പിരമിഡിൻ്റെ ഒരു ഷേപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് വിച്ച് ഹാസ് ഈച്ച് സൈഡ് ഇസ് 8 സെൻറ്റിമീറ്റർ എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ലാൻഡ് എഡ്ജ് എന്ന് പറയുന്നത് സ്ലാൻഡ് എഡ്ജസ് 24 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹോൾ സർഫസ് ഏരിയ ഓഫ് പിരമിഡ് ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയായിരിക്കും ഒരു പിരമിഡ്, ഒരു ഇക്വലാട്രൽ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇക്വലാട്രൽ ട്രയാങ്കിൾ ബേസ് ആയിട്ടുള്ള ഒരു പിരമിഡ്. ഓക്കെ, ഈ എഡ്ജിനെയാണ് സാധാരണ രീതിയിൽ സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കാം. അപ്പം ബേസിൻ്റെ ലെങ്ത് വരുന്നത് 8 സെൻറ്റിമീറ്റർ എന്നാണ്. നോക്കൂ, ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണല്ലേ. വാട്ട് യു മീൻ ബൈ എൻ ഇക്വലാട്രൽ ട്രയാങ്കിൾ? ഇക്വലാട്രൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ഒരു ബേസ്, ഒരു ട്രയാങ്കിൾ ബേസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പിരമിഡാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ 2Dയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ സൈഡ് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള എഡ്ജിന് നമ്മൾ 24 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയായിരിക്കും ഹോൾ സർഫസ് ഏരിയ ഓഫ് എ പിരമിഡ് കണ്ടുപിടിക്കുന്നുണ്ടാവുക? അപ്പം ഹോൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡിൻ്റെ താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലേ, അതിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ ഈ സൈഡിലുള്ള എത്ര ഫേസസ് ആണുള്ളത്? ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ സെക്കൻഡ് ഫേസ് ഉണ്ട്, ഇതിന്റെ ബാക്കിൽ ഒരു ഫേസും കൂടെ വരും. സോ 3 ലാറ്ററൽ സർഫസ് ഏരിയയും ഒരു ബേസ് ഏരിയ ആണ് ഉള്ളത്. ഓക്കെ, 3 ലാറ്ററൽ സർഫസ് ഏരിയയും പിന്നെ ഒരു ബേസ് ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ആദ്യം ബേസ് സർഫസ് ഏരിയ എന്തായിരിക്കും എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പം ബേസിൽ നമ്മുടെ സൈഡ് വരുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വിച്ച് ഇസ് ആൻ ഇക്വലാട്രൽ ട്രയാങ്കിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബേസ് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള, താഴത്തെ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. അപ്പം ഇക്വലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3/4 A² ആണ്. ഓക്കെ, ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഓഫ് ദ കറസ്പോണ്ടിങ് ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. അപ്പം എ ഇവിടെ എന്താണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? √3/4 ടൈംസ് A². A² ഇസ് 8ന്റെ സ്ക്വയർ. 8 × 8 എന്ന് ഞാൻ എഴുതി പോവാണ്. അത് ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് 8 × 2 is 16. 16ന്റെ കൂടെ √3 ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ബേസ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ലാറ്ററൽ സർഫസ് ഏരിയ, അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരു സ്ലാൻഡ് എഡ്ജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ പിരമിഡിൻ്റെ ഓരോ സൈഡും എന്ന് പറയുന്നത്, അപ്പം ഇത് ബേസിൽ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ,
ഈ സ്ലാൻഡ് എഡ്ജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഒന്ന് ഫിഗർ നോക്കാം. നോക്കൂ, ഇവിടുത്തെ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഇത് നമ്മുടെ ബേസ് 8 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സൈഡ് ബേസ് ഭാഗം വരുന്നതൊക്കെ എന്തായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള എഡ്ജിന്റെ ലെങ്ത് ആണ് 24 വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2D റെപ്രസെന്റ് ചെയ്യുമ്പം ഇത് 24 സെന്റിമീറ്റർ, ഇത് 24 സെന്റിമീറ്റർ ആൻഡ് ഇത് ഒരു 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐസോസിലസ് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ വിത്ത് 3 സൈഡ്സിന്റെ മെഷർമെന്റ് അറിയാമെങ്കിൽ ആ കറസ്പോണ്ടിങ് ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ, where A, B, C are the sides of this triangle. Then the equation is S into S minus A into S minus B into S minus C ആണ്. And S എന്താണെന്ന് അറിയണ്ടേ? S is A plus B plus C divided by 2 ആണ് നമ്മുടെ എസിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ A എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ, B is 24 സെന്റിമീറ്റർ ആൻഡ് C is 8 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ എസിന്റെ വാല്യൂ എന്താന്ന് കിട്ടും? 24 പ്ലസ് 24 പ്ലസ് 8 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 24 പ്ലസ് 24 എന്ന് പറയുന്നത് 48 ആയിരിക്കും. 48 പ്ലസ് 8 എന്ന് പറയുന്നത് 56 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. 56 ഡിവൈഡഡ് ബൈ 2 is 28 സെന്റിമീറ്റർ. ഇങ്ങനെയായിരിക്കും നമ്മുടെ എസ് സൈഡ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇതാണോ ലാറ്ററൽ സർഫസ് ഏരിയ? അല്ല. ഇനി ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പൊ എസ് എന്താന്ന് കിട്ടിയിട്ടുണ്ട്? 28 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഇറേസ് ചെയ്ത് കളയാണ്. നെക്സ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എസ് എസ് 28 മൈനസ് 24, A is 24, 28 minus again B is 24 and 28 minus C is considering as 8, and the value which is root of 28 times 28 minus 24 is 4, 28 minus 24 is again 4, 28 minus 8 is 20. Okay, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 4-നെയൊക്കെ നോക്കിയാൽ ഈ 4-ന് നമുക്ക് സിമ്പിളായിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു 1 to 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കാനൊക്കെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഈ 4-ന്റെയും സ്ക്വയർ റൂട്ടുകൾ പെട്ടെന്ന് പുറത്തോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഓരോന്നിന്റെയും സ്ക്വയർ റൂട്ടുകൾ എടുത്ത് വെക്കുന്നതിൽ തെറ്റില്ല. സോ 4-ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. ഈ 4-ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ബാക്കി സ്ക്വയർ റൂട്ടിനകത്തുള്ള ഈ 28-നും 20-നും എങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പം 28 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12 into 4 ആണ്. പക്ഷെ അതിനേക്കാളും നല്ല 12 into 4-ന് ഇനി 12-നെ പിന്നെയും നമുക്ക് മാറ്റിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് 28 എന്നൊക്കെ പറയുന്ന സമയത്ത് 12 into 4 വരില്ല കേട്ടോ, സോറി. അപ്പം ഇവിടെ നമുക്ക് 28 എന്ന് പറയുന്നത് 7 times 4 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 7 times 4 is 28 ആണ്. അതുപോലെ തന്നെ 20 എന്ന് പറയുമ്പം 5 times 4 is 20 ആണ് നമുക്കറിയാം. 10 times 2 and 10-നെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 into 2 into 2 which is 5 times 4 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ വീണ്ടും നോക്കൂ, ഇവിടെയും 4 വന്നിട്ടുണ്ട്, ഇവിടെയും 4 വന്നിട്ടുണ്ട്. എഗൈൻ ഇതിന്റെ സ്ക്വയർ റൂട്ടുകൾ ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഒരു 2 പുറത്തുണ്ട്, എഗൈൻ ഒരു 2 പുറത്തുണ്ട്. പിന്നെ നമ്മുടെ ഈ 4-ന്റെ റൂട്ട് 2, പിന്നെ ഈ 4-ന്റെ റൂട്ട് 2, പിന്നെ നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ അകത്ത് 7 into 5. അവർക്ക് സ്ക്വയർ റൂട്ട് ഇല്ല അല്ലെ? അപ്പൊ മൊത്തത്തില് എൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 into 2 4, 4 into 2 8, 8 into 2 16. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുന്നത് 16 ആൻഡ് റൂട്ട് ഓഫ് 7 times 5 is റൂട്ട് 35 എന്നാണ് എനിക്ക് ഒരു ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ എത്ര ഫേസ് ആണ് ഉള്ളത് ഒരു പിരമിഡിന്? ബേസ് ട്രയാങ്കിൾ ആകുമ്പം എത്ര സൈഡ് താഴെ ഉണ്ടോ അത്രയും ലാറ്ററൽ സൈഡ്സുകളായിരിക്കും അല്ലെങ്കിൽ ഫേസുകളായിരിക്കും നമ്മുടെ പിരമിഡിന് ഒരു മുകൾ ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം 3 എണ്ണമാണ് ഇതുപോലെ ഉള്ളത് അല്ലെ?
അപ്പം 3 ലാറ്ററൽ സൈഡ്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് ഏരിയ എന്ന് പറയുന്നത് 16√3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ 16√35 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര സൈഡ്സ് ഉണ്ട്? 3 ഫേസസ് ആണുള്ളത്. 3 ടൈംസ് ലാറ്ററൽ സർഫസ് ഏരിയ വിച്ച് ഇസ് 3 ടൈംസ് 16√35 വിച്ച് ഇസ് 16 ടൈംസ് 3 എന്ന് പറയുന്നത് 48 ആണ്, √35. ഓക്കെ, ആൻഡ് ബേസിന്റെ ഏരിയ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 16√3 ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്താലാണ് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത് അല്ലെ. രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ വിച്ച് ഇസ് 16√3 പ്ലസ് 48√35 centimeter square will be the answer, and the option which is 4th one ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് വൺ, 80 liters of milk solution has. ഇപ്പൊ നോക്കൂ, ഇവിടെ നമ്മളോട് മിൽക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മിൽക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് യു മീൻ ബൈ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മിക്സ്ചർ ആണ് അല്ലേ. അപ്പൊ മിൽക്ക് സൊല്യൂഷനിൽ മിൽക്കും വാട്ടർ ആയിരിക്കും മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം 80 liters ഓഫ് മിൽക്കിൽ 60% മിൽക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് മിൽക്കിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. 80 liters ഓഫ് മിൽക്ക് സൊല്യൂഷനിൽ വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. മിൽക്ക് എന്ന് പറയുന്നത് 60% ആണ്. ഓക്കെ, അപ്പം 60% ഓഫ് 80 liters. അപ്പൊ എത്രയായിരിക്കും മിൽക്കിന്റെ എമൗണ്ട് ഇൻ ലിറ്റേഴ്സിൽ? നമുക്ക് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? 60% 60 ഡിവൈഡഡ് ബൈ 100 ടൈംസ് 80. 80യുടെ എത്ര? 60%. ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. സീറോസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 6 × 8 is 48 liters ആണ് നമുക്ക് മിൽക്ക്, വിച്ച് ഇസ് ഇൻ 80 liters ഓഫ് മിക്സ്ചറിൽ 48 liters ആണ് നമുക്ക് മിൽക്കിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത്. ഇനി then how much milk should be added to make milk 80% in the solution? ഓക്കെ, അപ്പം മിൽക്കിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം അല്ലേ. അപ്പം ന്യൂ സൊല്യൂഷൻ, അപ്പോൾ മിൽക്കിന്റെ സൊല്യൂഷൻ മിൽക്കിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പം ന്യൂ സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇപ്പം മിൽക്ക് എത്രയാണ് ഇരിക്കുന്നത്? 48 liters ആണ് ഇരിക്കുന്നത്. അപ്പം ന്യൂ സൊല്യൂഷനിൽ മിൽക്കിന്റെ എമൗണ്ട് എത്രയായിരിക്കും? 48 പ്ലസ് എത്രയാണ് ആഡ് ചെയ്യുന്നത് എന്ന് അറിയില്ല. സോ എക്സ് വിൽ ബി ദാറ്റ് കറസ്പോണ്ടിങ് വാല്യൂ. ആൻഡ് ന്യൂ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? അപ്പം ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 80 liters ആയിരുന്നു. പ്ലസ് എത്രയോ എങ്ങാണ്ടും മിൽക്കിന്റെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തു, ഒന്നും നമുക്ക് അറിയില്ല. അപ്പം മിക്സ്ചറും വലുതായിരിക്കും അല്ലേ, സൊല്യൂഷനും വലുതായിപ്പോ. അപ്പം 80 പ്ലസ് ദാറ്റ് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ. എക്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, വാട്ടറിനെ പറ്റി നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ന്യൂ സൊല്യൂഷനിൽ എത്ര പെർസെൻറ്റേജ് മിൽക്കാണുള്ളത്? 80% മിൽക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പം ഈ കിട്ടിയിട്ടുള്ള മിൽക്ക് ബൈ ന്യൂ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ മിൽക്കിന്റെ അളവ് എത്രയാണ്? 48 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ദ ന്യൂ സൊല്യൂഷൻ. ടോട്ടൽ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാണ്? 80% ആണ്. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് മിൽക്ക് വിച്ച് ഇസ് ആഡഡ് ടു ദ നെക്സ്റ്റ് ന്യൂ സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ എത്ര ആഡ് ചെയ്തതെന്ന് കിട്ടും. 8ഉം 10ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ്. സോ വി ക്യാൻ ക്യാൻസൽ ദം ആൻഡ് ഇറ്റ് ഇസ് 4/5. അപ്പം ഞാനിത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുകയാണ് ഈ ഡിനോമിനേറ്റർ. സോ 48 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 4/5 ടൈംസ് 80 പ്ലസ് എക്സ് എന്നൊക്കെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഇങ്ങോട്ടേക്കും കൊടുക്കാത്ത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഇതെടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരും. പിന്നെ അത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഇരിക്കേണ്ടി വരും. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. 4/5 ആയിട്ട് തന്നെ ഞാൻ വെച്ചേക്കുവാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 48 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഈ 4/5 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തേ. സോ 4/5 ടൈംസ് 80. ഓക്കെ,
പ്ലസ് 4/5 ടൈംസ് എക്സ്. ഓക്കെ, ആൻഡ് 580 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് പോവും? So which is 16. Okay, so 48 plus x is equal to 16 times 4, which is 64. Okay, plus 4/5 x. ഇനി എക്സിന്റെ ടേംസിനെ ഒന്നിച്ച് എഴുതുക, അതുപോലെ കോൺസ്റ്റന്റ് ടേംസിനെ ഒന്നിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ 64 വലിയ ആൾ നിൽക്കുന്നത് കൊണ്ട് ഈ 48നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു, 4/5നെ ഞാൻ ഇത് എടുത്ത് ഇങ്ങോട്ടേക്കും വെച്ചു. അപ്പം പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. എക്സ് മൈനസ് 4/5 എക്സ് ഇസ് ഈക്വൽ ടു 64 മൈനസ് 48 എന്നാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി ഇത് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 5x മൈനസ് 4x വിച്ച് ഇസ് എക്സ് എന്ന് മാത്രം വരും. ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 64 മൈനസ് 48 വിച്ച് ഇസ് 6. ഇവിടെ 5 ആയി, അപ്പോൾ ഇവിടെ 1 ആയിരിക്കും, 16 ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 16 ടൈംസ് 5. 16 ടൈംസ് 5 എത്രയാണ്? 50 ആൻഡ് 30 80 ലിറ്റേഴ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് മിൽക്ക് ആഡ് ചെയ്തു. അപ്പോഴാണ് 80% ഓഫ് ദ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് 80 ലിറ്റേഴ്സ്. 4th ഓപ്ഷനാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒരു ഫിഗർ വരച്ചു തരാം. നമ്മൾക്ക് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ അകത്ത് ആരുണ്ട്? ഒരു സ്ക്വയർ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യാണ് കേട്ടോ. സർക്കിളാണ്, ആൻഡ് നമ്മളൊരു സ്ക്വയർ ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തു. Oh my god. Okay, 1 second. Oh. Okay, fine. A circle is there and we have a square. Okay, സർക്കിളിൻ്റെ റേഡിയസ് ഇസ് 5 cm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാമല്ലേ? ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, പക്ഷേ കൂടുതൽ ഒരു നല്ല ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇതിനൊന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് രണ്ടും കൂടെ ടച്ച് ചെയ്യുന്ന പ്ലേസ്. ഓക്കെ, ഇത് നമ്മുടെ റേഡിയസ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് 5 cm എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം സ്ക്വയറിൻ്റെ എന്തൊക്കെയോ ആയിട്ട് വരുന്നുണ്ടല്ലോ, ഇതിനൊന്ന് ചെറുതായി നീട്ടി വരച്ചേ. ഇപ്പം ഇത് സ്ക്വയറിൻ്റെ ഡയഗണലായില്ലേ? സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ എന്തായി നോക്കൂ. ഇവിടെ നമ്മുടെ റേഡിയസ് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ റേഡിയസ്, അത് ഇപ്പുറത്തോട്ട് നീട്ടിക്കഴിഞ്ഞാൽ എന്തായി മാറും? സർക്കിളിൻ്റെ ഡയാമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഡയഗണലിനോട് സെയിം ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ അത്. അപ്പം സ്ക്വയറിൻ്റെ ഡയഗണൽ വിച്ച് ഇസ് സെയിം ആസ് ഡയാമീറ്റർ ഓഫ് സർക്കിൾ. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇനി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് 5 cm. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നും കൂടി 5 ആഡ് ചെയ്യുക, വിച്ച് ഇസ് 10 cm. ആൻഡ് സ്ക്വയറിൻ്റെ ഡയഗണൽ എങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? ഇപ്പം ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഈ സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും എത്രയാണെന്ന് നമുക്കറിയാം, 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, ആൻഡ് ഇതാണ് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പണ്ട് പൈതഗോറസ് തിയറൊക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പം ഇവിടെ ഇങ്ങനെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കും. സപ്പോസ് ഇതൊരു സൈഡ് എ ആണ്, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനുള്ള, അതായത് ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് സ്ക്വയർ പ്ലസ് ദിസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം a² + a² 2 times a² വരും. റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് എന്ത് വരും?
2നും റൂട്ട് കൊടുക്കും. എ സ്ക്വയറിൻ്റെ റൂട്ട് എ എന്നായിരിക്കും എടുക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് എന്താന്ന് കിട്ടി? ഇഫ് ദ സൈഡ് ഇസ് എ, സൈഡ് എന്ന് പറയുന്നത് എ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ സ്ക്വയറിൻ്റെ ഡയഗണൽ വിച്ച് ഇസ് എ റൂട്ട് 2 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് സൈഡ് കിട്ടിയില്ലേ. അപ്പം സർക്കിൾ നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടാൻ എളുപ്പമല്ലേ. അപ്പം എ കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് 2 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് വെച്ചു. സോ 10 ഡിവൈഡഡ് ബൈ ആയിട്ട് പോകും റൂട്ട് 2. ഇനി താഴെ ഒരു റാഷണൽ നമ്പറിലേക്ക് റൂട്ട് വരികയാണെങ്കിൽ ആ റൂട്ട് ഇവിടെ വെച്ച് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 10 റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇസ് കൺസിഡറിങ് ആസ് 2 ആണ് കേട്ടോ. റൂട്ടും കട്ട് ചെയ്ത് പോവും. ഓക്കെ, ആൻഡ് 2 10ൽ എത്ര പ്രാവശ്യം കട്ട് ചെയ്ത് പോകും? 5 ടൈംസ് കട്ട് ചെയ്ത് പോകും. അപ്പം നമ്മുടെ ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടി? 5 റൂട്ട് 2 ആണെന്ന് കിട്ടി. അപ്പം സൈഡ് 5 റൂട്ട് 2 ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 4 ടൈംസ് സൈഡ് ആണ് അല്ലേ, 4 ടൈംസ് എ. സോ 4 ടൈംസ് 5 റൂട്ട് 2 which is 4 into 5 is 20 root 2 centimeter, and 20 root 2 is our option 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ. ഇപ്പൊ സിലിണ്ടർ എങ്ങനെയിരിക്കുന്ന ഒരു വളഞ്ഞിട്ടുള്ളൊരു ഫിഗർ ആണ് അല്ലെ സിലിണ്ടർ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ വീട്ടിലൊരു ഗ്യാസും കുറ്റി എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിഗർ ആണ് നമ്മുടെ സിലിണ്ടറിന്. അല്ലെങ്കിൽ ഒരു വാഴപ്പിണ്ടി കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഫിഗർ ആയിരിക്കും നമ്മുടെ സിലിണ്ടറിന് ഉണ്ടായിരിക്കും. അപ്പം സിലിണ്ടർ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വിളിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പിരമിഡ് പറഞ്ഞില്ലേ, അതൊരു എഡ്ജൊക്കെ ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്. ഓക്കെ, ആക്ച്വലി കൺസെപ്റ്റ് ഇസ് സെയിം. കേർവ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് കേർവ്ഡ് സർഫസ് ഏരിയ, ലാറ്ററൽ സൈഡ്സ് ഉള്ളതും അല്ലെങ്കിൽ ഒരു എഡ്ജ് ആൻഡ് സൈഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കൊണ്ട് ലാറ്ററൽ സർഫസ് ഏരിയ എന്നായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇഫ് ദ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഇസ് 126 പൈ സ്ക്വയർ സെന്റിമീറ്റർ. അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് 126 പൈ square centimeter square. Okay, and height is also given. Height is okay, height ഞാനൊരു സൈഡിൽ എഴുതി വെക്കുകയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. And then what will be the volume of the cylinder? അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നറിയോ? Curved surface area of cylinder എന്താണെന്ന് അറിയണം. ഓക്കെ, curved surface area of cylinder is 2 pi r h ആണ്. ഓക്കെ, and which is given as 126 pi centimeter square. അതവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പയ്യും എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് h is already given that it is 14 centimeter. അപ്പോൾ നമ്മൾ അതും കൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, which is 126. ഓക്കെ, then what will be r? ഈ 2 126ൽ എത്ര ടൈംസ് കട്ട് ചെയ്ത് പോവും? 63 ടൈംസ്. ആൻഡ് ആർ വിൽ ബി 63 ഡിവൈഡഡ് ബൈ 14 എന്നാണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വോളിയം ഓഫ് ദ സിലിണ്ടർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, വിച്ച് ഇസ് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ പൈ അതുപോലെ തന്നെ വെക്കുന്നു, കാരണം ആൻസർ ഇസ് പൈ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ആർ സ്ക്വയർ, ആർ എന്താണ്? 63/14. സോ അതിൻ്റെ സ്ക്വയർ. അപ്പം ഞാൻ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. 63 × 63, 14 × 14 ഇൻറ്റു എച്ച് എന്താണ്? അഗൈൻ ഇറ്റ് ഇസ് 14. സോ ഒരു 14 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് പോകണം. അപ്പം 63 × 63 പെട്ടെന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 63 × 63, 3 3s are 9, 18, 1 ബാക്കിയുണ്ട്, 36 ഒന്ന് 37, 9, 16, 1, 9. അപ്പം നമുക്ക് വന്നിട്ടുള്ളത് പൈ ഇൻറ്റു 378 3969 ഡിവൈഡഡ് ബൈ 14. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് നോക്കുക. ആൻസറിലേക്ക് നോക്കുമ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് വിത്ത് 2 1 1 1 നമുക്കൊന്ന് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് 1 വന്നാലേ പിന്നത്തെ സ്റ്റെപ്പിലേക്കൊക്കെ പോകേണ്ടി വരുള്ളൂ. 2 കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, വെറുതെ സമയം കളയരുത്. സോ ഡിവൈഡഡ് ബൈ 14.
14 times 1 is 14. 14 times 2 is 28 ആണല്ലേ. അപ്പോൾ 2 അല്ലേ ആദ്യത്തെ നമ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 283 ആൻസർ അവിടെ വയ്ക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിവിടെ. ഇപ്പം ഇവിടെ 9 വന്നു, 1 വന്നു, അഗൈൻ 11 6 ആണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ഉണ്ടല്ലേ. നെക്സ്റ്റ് 1 is 8. നമുക്കൊന്നും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 32 3 11 112. ഓക്കെ, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എക്സാം സെൻറ്ററിൽ നിങ്ങളിരിക്കുമ്പോൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയരുത്. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ ഫസ്റ്റ് 2 കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് 1 മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ വി ഹാവ് ദ റിമൈൻഡർ as 4, then we have 49, then next will be 3 വെച്ച് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. which is 42 is പോകുന്നുണ്ട്. and 7. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 283 the remainder divided by what is the divisor, which is 14. 7 14 2 times, so 283 1/2, and we have the pi centimeter square. Okay, so first one is the answer. Next one, simplify the following. അപ്പം again ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ടുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. 225. ഇപ്പം 25 ലാസ്റ്റ് വരുന്നത് എന്തായാലും 5 15 25 35 ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്ക്വയർ റൂട്ടാണ്. അപ്പം അത് അറിയാനായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 15ന്റെ സ്ക്വയർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഈ അറ്റത്ത് കിടക്കുന്ന 1ന്റെ 5 അല്ലേ, അതിൻ്റെ സ്ക്വയർ 25 അങ്ങനെ തന്നെ എഴുതിയിട്ട് 1ന്റെ തൊട്ട് 1 കൂട്ടിയിട്ടുള്ള നമ്പർ എന്ത്? 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ is 2. സോ 1 into 2 is 225. ഓക്കെ, അപ്പോൾ 25 സ്ക്വയറിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഈ 5ന്റെ സ്ക്വയർ 25 ഇവിടെ എഴുതുക. 2ന്റെ തൊട്ടപ്പുറത്തെ നമ്പർ വിച്ച് ഇസ് 3 ആണ്. 3 into 2 is 625. അങ്ങനെയാണെങ്കിൽ 35ന്റെ സ്ക്വയർ എന്താ വരുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ 225ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 225ന്റെ സ്ക്വയർ റൂട്ട് 15 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ നിന്ന് 154 പ്ലസ് 15 എത്രയാണെന്ന് നോക്കാം. 154 പ്ലസ് 15, ഓക്കെ, which is 9 169. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 169 ആണ് വരുന്നത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? അതിൻ്റെ സ്ക്വയർ റൂട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയണം കേട്ടോ. 13 ആണ്. ഓക്കെ, 13. അപ്പോൾ ഇവിടെ 108 ഉണ്ട് പ്ലസ് 13. അപ്പോൾ 108 പ്ലസ് 13 1 ബാക്കി 121. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 121. 121ന്റെ റൂട്ട് എന്താ? 11 ആണ്. ഓക്കെ, അപ്പം ബാക്കി ഇനി 25 പ്ലസ് 11. 25 പ്ലസ് 11 is 36. വെറുതെ ആഡ് ചെയ്ത സമയം കളഞ്ഞത്, വെറുതെ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്തത്. 36ന്റെ റൂട്ട് 6 ആണ്. 10 പ്ലസ് 6 is 16. 16ന്റെ റൂട്ട് 4 ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്താണെന്ന് കിട്ടി? ന്യൂമറേറ്റർ is 4 ആണ്. ഇനി ഇവിടെ കുറച്ച് പണിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 4 സ്ക്വയർ is 16. അത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ കുറച്ച് സമയം പോകുന്നത് കേട്ടോ. ഇൻറ്റു 16. 5 into 6 is 30. 3 ഇവിടെ വെച്ചു. 12 15 1 54 1 55 5 11 5 2 9 1 0 0 8 10 1 3. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ റിസൾട്ടൻ്റ് ആൻസർ. സോ 308 ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈ 308ൻ്റെ കൂടെ 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 324 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 324ൻ്റെ റൂട്ട് എന്താണ്? 324ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 18 ആണ് കേട്ടോ. 20 വരെയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റൂട്ട് കിട്ടും. ഇപ്പം 324 ഒക്കെ വരുമ്പോഴേ ഇതിൻ്റെ റൂട്ട് കിട്ടാൻ കുറച്ച് നിങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 15ന്റെ സ്ക്വയർ എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ഇപ്പം 300 സംതിങ് ലെവലിലാണ് വരുന്നത്. അപ്പോൾ 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. ആൻഡ് 20യുടെ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് അറിയാം, വിച്ച് ഇസ് 400. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കുമല്ലോ 324 വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം 16 17 18 19 ഇതിലേതെങ്കിലും ഒരാളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം 1ന്റെ പ്ലേസിൽ 4 തരുന്ന
നമ്പർ ഏതാണ്. അപ്പം നമുക്ക് ആദ്യം 1 സ്ക്വയർ ഇസ് 1, 2 സ്ക്വയർ ഇസ് 4 ആണ്. അപ്പം ഇവിടെ നമുക്ക് 4 വരുന്നുണ്ട്. പക്ഷെ ഇവിടെ 12ന്റെ കേസ്, അതായത് 1 കൂട്ടി 12 എഴുതാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ 3 സ്ക്വയർ ഇസ് 9, അപ്പം ഇതും പറ്റില്ല. 4 സ്ക്വയർ 16. ഇവിടെ വൺസിന്റെ പ്ലേസ് നോക്കിയിട്ട് ഇവിടെ ആരാ വരുന്നത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. 5 സ്ക്വയർ ഇസ് 25, 6 സ്ക്വയർ ഇസ് 36 ആണ്. 6 ആണോ ഇവിടെ വന്നിട്ടുള്ളത്? അല്ല. അപ്പം 16 എടുക്കണ്ട. 7 സ്ക്വയർ ഇസ് 49, വൺസിന്റെ പ്ലേസിൽ 9 ആണ്. അപ്പം അഗൈൻ 17 സ്ക്വയർ അല്ല വരിക. 8 സ്ക്വയർ ഇസ് 64. നോക്കൂ, 4 ആണ് വൺസിന്റെ പ്ലേസിൽ, ഇവിടെയും വൺസിന്റെ പ്ലേസിൽ 4 ആണ്. അപ്പം 18 നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം 4ഉം 18ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളവരാണ്. സോ 2 വെച്ച് ഞാൻ ക്യാൻസൽ ചെയ്ത് 2/9 ആൻഡ് ആൻസർ ഇസ് 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് പ്രോബ്ലം, ദ പ്രോബബിലിറ്റീസ് ഓഫ് സോൾവിങ് a problem by 3 students A, B and C are. ഓക്കെ, അപ്പോൾ ഇവർ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസ് ഡിനോമിനേറ്ററിൽ വെച്ചിട്ട് ഏതൊക്കെ പോസിബിലിറ്റി ആണുള്ളത് വിച്ച് ഇസ് ഇൻ ദ ന്യൂമറേറ്റർ കൊടുക്കുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. അപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഐദർ വി ക്യാൻ ഗെറ്റ് ദ ഹെഡ് ഓർ വി ക്യാൻ ഗെറ്റ് ദ ടെയിൽ. ഓക്കെ, 2 പോസിബിലിറ്റി ആണുള്ളത്. അപ്പം ഈ പോസിബിലിറ്റിയിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 2 ഔട്ട്കംസ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 2 ആണ്. അതിൽ ഹെഡ് വരാനുള്ള പോസിബിലിറ്റി എന്താണ്? ഒരു ചാൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 1/2 എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഗെറ്റിംഗ് സോൾവിങ്. എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 3/7. പ്രോബബിലിറ്റി ഓഫ് ബി സോൾവ് ചെയ്യാനുള്ളത് എന്താണ്? 5/9. പ്രോബബിലിറ്റി ഓഫ് സി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇസ് 1/5 ആണ്. പക്ഷെ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് സോൾവ് ചെയ്യണമെന്നോ 2 പേര് സോൾവ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് കിട്ടിയാൽ മതി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രോബ്ലം ആരെങ്കിലും സോൾവ് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 getting the answer or 1 is solving. One of them is solving. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ലോ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര പ്രോബബിലിറ്റി ഉണ്ടോ അതിൽ നിന്ന് ആരും ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കുറയ്ക്കുന്നതിന് സെയിം ആയിരിക്കുമല്ലോ. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യാം, 2 ആൾ ചെയ്യാം, 3 ആൾ ചെയ്യാം, 2 പേര് ചെയ്യാം, 3 പേര് ചെയ്യാം, അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റിയും, അല്ലെങ്കിൽ ആരും ചെയ്യാതെ ഇരിക്കാം. അതിൽ നിന്ന് ആരും ചെയ്യാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം സോൾവ് ചെയ്യുന്നൊരു പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. നമുക്കറിയാം പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം വിൽ ബി സോൾവിങ് ദ പ്രോബ്ലം. അപ്പം നണ്ണ് എന്ന് പറയുന്ന ആ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/7 ആണ്. അപ്പോൾ എ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, സോൾവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക എന്നാണ് പറയുന്നത്. നെഗറ്റീവാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 - P of A എന്ന് പറയുന്ന ഇക്വേഷനോട് ഈക്വൽ ആണ്. സോ 1 - 3/7 നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4/7 കിട്ടും. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്, ബി സോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ 1 - probability of B, which is 1 - 5/9, 4/9, and probability of C complement, which is 1 - P of C, which is 1 - P of C is 1/5, and which is 4/5.
അപ്പോൾ ഇതൊക്കെയാണ് ഇവർ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യുന്നില്ല, പ്രോബബിലിറ്റി ഓഫ് ആരും സോൾവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് probability of A complement times probability of B complement times probability of C complement. Okay, so this will be 4 by 7 into 4 by 9 into 4 by 5. ഇനി അപ്പം probability of at least one of them solving means നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 മൈനസ്, നമുക്കിവിടെ എഴുതാം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ആയിരുന്നു. 1 മൈനസ് ദിസ് വൺ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 9 ഇൻറ്റു 5. ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പോഴേ എല്ലാവരുടെ ഡിനോമിനേറ്ററും 315 ആണല്ലേ. ഇപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയണമെന്നില്ല. ദിസ് വൺ വിൽ ബി 315. ഓക്കെ, വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അപ്പം കറക്റ്റാണോ എന്ന്. 5 ഇൻറ്റു 7 ഇസ് 35 ടൈംസ് 9 45 4 27 പ്ലസ് 4 ഇസ് 31. ഓക്കെ, 315 മൈനസ് ക്രോസ് ചെയ്യുകയാണ് ഞാൻ. 4 ഇൻറ്റു 4 16 ഇൻറ്റു 4 64 ഡിവൈഡഡ് ബൈ 315. 315 മൈനസ് 64 1 11 5 2 251 divided by 315 is the answer, and which is the third option. Okay, next, Reshma covers 45 km at a speed of 15 km per hour by bicycle. Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് എഴുതിയെടുക്കാം. ബൈസൈക്കിളിലാണ് പോകുന്നതെങ്കിൽ she just covers the distance 45 kilometer with the speed of 15 kilometer per hour. Okay, next she just using the car. കാറിലാണെങ്കിൽ the distance is 80 kilometer with the speed of 40 kilometer per hour. Okay, next she just use on her foot, and which is the distance is 6 kilometer. The speed is again 2 kilometer per hour. Okay, അങ്ങനെയാണെങ്കിൽ her average speed ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് entire whole journey. Okay, നമുക്ക് നോക്കാം. കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ തന്നെ നമുക്കതങ്ങ് ആൻസർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 സെൻറ്റിമീറ്റർ 2 ഡെസിമൽ പ്ലേസസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ? ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് 131 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. Now we have to find what is the time. ടൈം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? സ്പീഡ് എന്ന് പറയുന്നത് സാധാ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഈ ടൈമിന് ഇങ്ങോട്ട് വെച്ചിട്ട് സ്പീഡിന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ടൈമിൻ്റെ ഇക്വേഷൻ കിട്ടും അല്ലേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ടൈം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എടുക്കേണ്ടത് കേട്ടോ. നോക്കാം, ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ത് വരും? ഡിസ്റ്റൻസ് ഇസ് 45 ഡിവൈഡഡ് ബൈ 15 വിച്ച് ഇസ് 3 അവർ. അവറിലാണ് നമുക്ക് യൂണിറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 80 ഡിവൈഡഡ് ബൈ 40 2 അവർ ആൻഡ് 6 divided by 2 3 hour. Okay, so total time എന്ന് പറയുന്നത് 3 + 2 5 8 hours ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഡിസ്റ്റൻസും കിട്ടി. ഓക്കെ, ആവറേജ് മൊത്തം ഡിസ്റ്റൻസ് ഇസ് 131 കിലോമീറ്റർ. സോ ആവറേജ് സ്പീഡ് which is equal to total distance divided by total time 131 divided by 8. പെട്ടെന്ന്
ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 8 51 6 പോവും. ഓക്കെ, അപ്പോൾ 6 പോയതുകൊണ്ട് തന്നെ ആൻസർ വിൽ ബി ദ ഫസ്റ്റ് വൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്. റൈറ്റ് ആംഗിൾഡ് അറ്റ് B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ബിയിൽ റൈറ്റ് ആംഗിൾഡ് ആണ്. സോ ദിസ് ഇസ് A ആൻഡ് C. AB is 12 centimeter. CAB എന്ന് പറഞ്ഞാൽ എയുടെ ആംഗിളാണ് പറയുന്നത്, 60 ഡിഗ്രി. BCയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, BCയുടെ ലെങ്ത്. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി ആയിട്ട് വരുന്നുണ്ടാവുക, കാരണം ആംഗിൾ ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ. അപ്പം ആംഗിൾ ഇവിടെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഈ കാണുന്ന BC. സോ ദിസ് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റും അഡ്ജസൻറ്റും റിലേറ്റ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാ? ടാൻ ആണല്ലേ. ടാൻ 60 is equal to opposite divided by adjacent. Opposite is BC divided by adjacent is 12 centimeter. And what is tan 60? Tan 60 അറിയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു സൈൻ വാല്യൂസ് മാത്രം പഠിച്ചു വയ്ക്കാം. ഫ്രം 0 to 90 ഡിഗ്രി ഓർ 180 ഡിഗ്രി. 90 ഡിഗ്രി വരെ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, കാരണം എനിക്ക് മറിച്ചിടാനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഒരെണ്ണം പഠിച്ച ബാക്കി കോസും ടാന് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. സൈൻ 0 is 0. സൈനിൻ്റെ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻക്രീസിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. 1/2, 1/√2, √3/2 ആൻഡ് 1. ഇനി കോസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് നേരെ റിവേഴ്സ് ചെയ്യാം. സോ 1 √3/2, 1/√2, 1/2 ആൻഡ് 0. ഇതിൻ്റെ ഫ്രാക്ഷൻ എടുത്ത് ടാൻ കിട്ടും. 0/1 0. ഇതിൻ്റെ ഡിവൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോയിട്ട് 1/√3. ഇവിടെ രണ്ടുപേരുടെയും സെയിം നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ ഇസ് 1. ഇവരുടെ 2 ക്യാൻസൽ ചെയ്ത് √3. 1/0 ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, സോ ടാൻ 60 ഇസ് √3 ആണ്. √3 ഈക്വൽ ടു BC/12. അപ്പോൾ നമുക്ക് BC എന്ത് കിട്ടും? 12√3 സെൻറ്റിമീറ്റർ. So 12√3 centimeter. Option 4 is the correct answer. Okay. Next കുറച്ച് ഈസിയാണ്. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസും കുറച്ച് ഈസിയാണ്. -2 into -1 നമുക്കറിയാം. ഏറ്റവും ഇവിടുത്തെ ഡിവൈഡ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പം ഡിവിഷനിൽ എന്ത് വരും? ഈ -2 into -1 എന്ന് പറയുന്നത് 2 ആണ്. 2 + 1 is 3 ആണ്. 3 into ഇവിടെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് 3 into 7 which is 21. അപ്പോൾ ഇവിടെയാണ് ന്യൂമറേറ്റർ വരുന്നത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ വരുന്നത് 3 - -6 -2 -9 -3 ഡിവൈഡഡ് ബൈ ഈ ഡിവിഷനിൽ നമുക്ക് എന്താണെന്ന് കിട്ടി? 21 ആണെന്ന് കിട്ടി. ഇനി ഈ വാല്യൂ എന്താ? -2 -9 -3 ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2ഉം 9ഉം 11 + 3 is 14. സോ -14. ഈ -6ഉം -14ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവും പോസിറ്റീവായി 14 into 6 എന്ന് പറയുന്നത് 84. ഓക്കെ, 3 - 84/21. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാണ്. സോ 21 into 3 എന്ന് പറയുന്നത് എന്ത് വരും? 21 into 3 which is 63 - 84 divided by 21. നോക്കിയേ, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കണം. എന്തായാലും നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക ന്യൂമറേറ്ററിൽ. -1 ആണ് ആൻസർ. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സിമ്പിൾ ചേർക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം 121. ഓക്കെ, -21 divided by 21 which is -1. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. ബാക്കി ഇനി സോൾവ് ചെയ്യാൻ നിൽക്കണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് മീൻ തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ദ മോഡ് ഇസ്. അപ്പം മീഡിയൻ മോഡ് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ -2 മീൻ. ഓക്കെ, 3 into median is 48 - 2 times 60. 48 into 3 144 -
120, which is 24, and option 4 is the answer. Okay, that's it. Thank you.